120 വർഷം പഴക്കമുള്ള തറവാടാണ്. ഇതിൽ പഴമ ഞങ്ങൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇതാണ് പഴയ നിലവറ. നമ്മുടെ ഇവിടെ റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനും മാരേജ് കഴിഞ്ഞും ഒക്കെ ഉള്ള ആളുകൾ വന്ന് ഈ കൽപ്പടവും ഈ സ്റ്റെപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു ഓപ്പൺ എയർ ബാത്റൂമാണ്. ഓപ്പൺ എയറിലൊക്കെ പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ബീച്ചിൽ പോകണമെങ്കിൽ സൈക്കിളുണ്ട്, സൈക്കിളിൽ പോകാം. ഇവിടെ വരുന്ന അതിഥികൾ അവരുടെ അമ്മ വീട്ടിൽ വന്ന് അവരുടെ വീട്ടിൽ വന്നിട്ട് പോകുന്ന ഒരു പ്രതീതിയാണ്. അത്രയ്ക്ക് സന്തോഷവും. ഈ തറവാടാണ് 120 വർഷം പഴക്കമുള്ള തറവാട്. അതിലും അതിഥികൾക്ക് താമസിക്കാനുള്ള ഒരു റൂമുണ്ട്. ഇവിടെ 2 റൂമുണ്ട്, സൗകര്യമായിട്ട് താമസിക്കാൻ പറ്റിയ രീതിയിൽ. ഇത് നമ്മൾ പണിതിരിക്കുന്നത് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇത് ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രമുണ്ട്. ഇവിടെയും ഒരു ക്ഷേത്രമുണ്ട്, പുക്കളാശ്ശേരി അമ്പലം. ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പേര് ഐറ മാരാരി എന്നാണ്. എൻ്റെ പേര് ലളിതമ്മ എന്നാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 75 വയസ്സുണ്ട് എനിക്ക്. മക്കൾ 2 പേര് വിദേശത്താണ്, ജോലി സംബന്ധമായിട്ട് അവർ വിദേശത്താണ്. പിന്നെ എൻ്റെ ഈ ഒറ്റപ്പെടൽ അവർക്ക് വിഷമമായപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ഐഡിയ അവർ കൊണ്ടുവന്നു. പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ സൗകര്യപ്രദമായിട്ട് അതിഥികൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അത് ചെയ്തു. ഇപ്പോൾ അതിഥികളൊക്കെ ധാരാളം വരാറുണ്ട്, അവരും ഇത് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ സമയം 3 ഫാമിലിക്ക് സൗകര്യപ്രദമായിട്ട് താമസിക്കാം, സന്തോഷമായിട്ട്. വരുന്ന അതിഥികൾക്ക് നമ്മൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാറുണ്ട്. പഴംപൊരി, ഉണ്ണിയപ്പം, പരിപ്പുവട അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊക്കെ സൗകര്യപ്രദമായിട്ട് ഈ ഹട്ടിലിരുന്നാണ് അവർ കഴിക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവർ പറയുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മെനു ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങളിവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തേങ്ങ ആട്ടിച്ച് കൊപ്ര കൊണ്ടുള്ള എണ്ണയാണ്. അതുപോലെ തന്നെ മുളക് പൊടിയാണേലും ഞങ്ങൾ കഴുകി ഉണക്കി പൊടിച്ചൊക്കെ എടുക്കുന്നതാണ്. നാടൻ ഞങ്ങളുടെ കൃഷി ചെയ്ത മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വളരെ കാര്യമായിട്ട് ആരോഗ്യപരമായിട്ടുമാണ് ഇവിടെ അതിഥികളെ സ്വീകരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാള്. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഇവിടുന്നാണ്. പിന്നെ അതിലൊക്കെ ഉപരി ഒരു കുളമുണ്ട്, കാമ്പൽക്കുളം. അത് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്നാൽ സുഖമായിട്ട് കാണാം. ഇവിടെ ഞങ്ങൾക്ക് 3 കുളമുണ്ട്. ഇത് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്തൊന്ന് നോക്കി കണ്ട് പൂക്കളും ഒക്കെ കണ്ടിരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇതിനപ്പുറത്തായിട്ടൊരു മീൻ വളർത്തുന്ന കുളമുണ്ട് ഞങ്ങൾക്ക്. അതിൽ നിറച്ച് മീനുണ്ട്. ഇത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളമാണ്. ഞങ്ങൾ പണ്ട് കാലത്ത് കുളിച്ചിരുന്നതാണ്. ഇപ്പോൾ പണ്ട് കാലത്തെ പോലെ ഇപ്പോൾ കുളത്തിലൊന്നും ആരും കുളിക്കാറില്ല. പിന്നെ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഇതിലിറങ്ങി കുളിക്കാറുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളൊന്നും അല്ല, നാച്ചുറലായിട്ടുള്ള ഒരു കുളമാണ്. ഇത് നമ്മൾ പണ്ട് കാലത്ത് പുഞ്ചപ്പാടത്തൊക്കെ കൊയ്യാൻ പോകുമ്പോഴേ ആളുകൾ വിശ്രമിക്കാനൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു മാടം എന്ന് പറയും ഇതിന്. അത് ഞങ്ങൾ ആ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആളുകൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കൗതുകമായിരിക്കും. കുഞ്ഞുങ്ങൾ ഇതൊന്നും കണ്ടിട്ട് പോലും കാണത്തില്ല. ഇത് ഒരു താമസിക്കാനുള്ള ഒരു ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ആണ്. ഇത് പ്രത്യേക ഒരു എൻട്രൻസ് ഉണ്ട്. ഒരു ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്, ഒരെണ്ണം അപ്പുറത്താണ്. ഒരെണ്ണത്തിൻ്റെ എൻട്രൻസ് ഇവിടെയായിട്ട് വരും. 2 ബെഡ്റൂമും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഈ വരുന്നവർക്ക്, ഇപ്പോൾ വേറൊരു ഫാമിലിയിൽ നിന്ന് വരുന്നവർക്കുള്ള അസൗകര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അത് 2 ഫാമിലിക്കും സുഖമായിട്ട് താമസിക്കാം. പിന്നെ ഞങ്ങളുടെ തറവാട്ടിലും ഉണ്ടൊരു ബെഡ്റൂം. ഇത് കോമൺ ലിവിങ് റൂമാണ്. നമ്മുടെ വീട്ടിലുള്ള ലിവിങ് റൂം പോലെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ലിവിങ് റൂമാണ്. ഞങ്ങൾ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഊഞ്ഞാൽക്കട്ടിലൊക്കെ ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും ഏണിയും പാമ്പും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ബോള്, ബാറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഞങ്ങളുടെ റൂം, ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല സൗകര്യമുണ്ട്. ഇത് ട്രഡീഷണലായിട്ടുള്ള ഒരു കട്ടിലാണ്. അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നാലും സുഖമായിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ പൊതുവേ ചൂട് കുറവാണ്, എന്നാലും AC ഉണ്ട്, AC ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് വയ്ക്കാനുള്ള ഒരു അലമാരയുണ്ട്. ഇത് ഒരു ഓപ്പൺ എയർ ബാത്റൂമാണ്. നമുക്ക് പ്രകൃതിയോടെ ഇണങ്ങി കുളിക്കാനും ഒരു വാഷ്റൂമുണ്ട്, പിന്നെ ഒരു ബാത്റൂമുണ്ട്, ഹീറ്ററുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ഫാമിലിക്ക് സുഖമായി കഴിയാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഓപ്പൺ എയറിലൊക്കെ പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് ഞങ്ങളുടെ തറവാടിൻ്റെ ബെഡ്റൂമാണ്. ഇതും ഗസ്റ്റിന് കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഊഞ്ഞാലാടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇറങ്ങിയിരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ഫാദറിലേക്ക് ഉള്ളപ്പോഴുള്ള ഒരു അലമാരയാണ്, തടി അലമാര. ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വന്ന്, സ്റ്റീൽ അലമാര 3 എണ്ണം തരാം, ഇത് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. എന്നാലും അത് കൊടുക്കാതെയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഈ പഴമ എന്ന് പറഞ്ഞാൽ നിരയും മച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്.
അത് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചൂടധികം അടിക്കുകയില്ല, എങ്കിലും AC ഉപയോഗിച്ചവർക്കത് ഇല്ലാതെ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് AC വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാത്റൂമുണ്ട്, അറ്റാച്ച് ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കതകിൻ്റെയൊക്കെ കണ്ട നമ്മുടെ വിജാഗരി ഒക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലൊന്നുമല്ല, ഇത് മരത്തിൽ കിടന്ന് തന്നെയാണ് തിരിയുന്നത്. ഇങ്ങനെ അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്നത് ഇത് തിരിഞ്ഞ് ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പുതിയ അനുഭവങ്ങളായിരിക്കും. ഈ കൽവിളക്കും അതിൽ വിളക്ക് കത്തിക്കുകയും അറ, പത്തായം, നിലവറ എന്നൊക്കെ പറഞ്ഞാൽ അവർ കണ്ടിട്ടിൽ പോലും കാണത്തില്ല. അവരുടെ ഫ്ലാറ്റിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല, അവർക്കൊരു പുതിയ അനുഭവമായിരിക്കും. ഈ ചെടി എന്ന് പറഞ്ഞാൽ ഈ ചിത്രശലഭങ്ങൾ വന്ന് ഇത് പോകുന്ന അങ്ങനെയുള്ളൊരു ചെടിയാണിത്. പണ്ട് ഒരു 10-60 വർഷത്തിന് മുമ്പ് കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് പൂച്ചവാലെന്നൊക്കെയാണ് പറയുന്നത്, ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത്തവണ സീസണിൽ വന്നവർക്കൊക്കെ മാങ്ങയും ഒക്കെ കൊണ്ടുപോയി അവർ കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഒരു വീട്ടിൽ എങ്ങനെയാണ് വരുന്നത് അതുപോലുള്ള ഒരു സ്വാതന്ത്ര്യവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ഇവിടെ വന്നാൽ. ഇവിടെ വരുന്നവരൊക്കെ ഈ ഫാമിലി ആയിട്ടാണ് വരുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവർക്ക് ഊഞ്ഞാലാടാനും കളിക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ വൃക്ഷങ്ങളും തണലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ബീച്ചിൽ പോകണമെങ്കിൽ സൈക്കിളുണ്ട്, സൈക്കിളിൽ പോകാം. അവിടെയും പോയൊക്കെ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ എൻ്റെ ഒരു സ്ഥലമാണ്, കാർ പാർക്ക് ചെയ്യാനും ഫങ്ഷൻസൊക്കെ നടത്താനും ഒക്കെ നടത്താറുണ്ട് ഇവിടെ വരുന്നവർ. പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഈയിടെ ഇവിടെ വെച്ചൊരു ബർത്ത്ഡേ പാർട്ടി നടത്തി, ഒരു 10-100 പേരുണ്ടായിരുന്നു. അവർ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുക, ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഭക്ഷണം എല്ലാം അവർ തന്നെയായിരുന്നു. എന്നാലും അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഇത് 1 ഏക്കർ സ്ഥലമാണ്. ഇവിടെ ഈ മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല കൂളിംഗ് ആണ് ഇവിടെ, എപ്പോഴും നല്ല തണലാണ്. ഇപ്പോൾ ആളുകൾക്ക് വരുന്നവർക്കൊരു പ്രൈവസി എല്ലാം വളരെ കൂളായിട്ട് പോകാനും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എന്തായാലും ബഹളത്തിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കുള്ള ഒരു ആശ്വാസം. ഇവിടെ വരുന്ന അതിഥികൾ അവരുടെ അമ്മ അവരുടെ വീട്ടിൽ വന്നിട്ട് പോകുന്ന ഒരു പ്രതീതിയാണ്. അത്രയ്ക്ക് സന്തോഷവും സ്നേഹവും എന്നോടും വളരെ കാര്യമായിട്ടാണ് അവർ പെരുമാറുന്നത്. ഒരമ്മയെപ്പോലെ തന്നെയാണ് അവരെല്ലാം കണക്കാക്കുന്നത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്.